വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ റാക്കറ്റിന്റെ മുഖ്യ സൂത്രധാരനെയും ഭാര്യയെയും ചോദ്യം ചെയ്ത് ഇഡി. മുഹമ്മദ് നജീബ്, ഭാര്യ റഷീദ എന്നിവരെ ജയിലിലെത്തിയാണ് ചോദ്യം ചെയ്തത്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയായിരുന്നു നടപടി? പൂജ, ഗുഡ് മോർണിംഗ്. അവയവ കച്ചവട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഈ കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള മുഹമ്മദ് നജീബ്, ഭാര്യ റഷീദ എന്നിവരെ ജയിലിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതോടൊപ്പം തന്നെ ഈ മണി ട്രയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ ഇഡിക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ഇവരെ പോലീസാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. പോലീസിന്റെ വിവിധ കേസുകളുണ്ടായിരുന്നു. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് ഏറ്റെടുക്കുന്നത്. ഈ അവയവം നൽകാൻ തയ്യാറാവുന്നവർക്ക് ഇവർ 10 ലക്ഷത്തോളം രൂപയാണ് കൊടുത്തിരുന്നത്. അതിനുശേഷം അവയവം സ്വീകരിക്കുന്നവരിൽ നിന്ന് വലിയ തുക വാങ്ങുന്നു. അങ്ങനെ ഇവർ ആ പണം എടുക്കുന്നു. ഇതോടൊപ്പം സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്നവരിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്ന ചില വിവരങ്ങളൊക്കെ തന്നെ ഇഡിക്ക് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടടക്കം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ ശേഖരണം ആണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രികളിലെ ചില ഡോക്ടർമാരെ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ ഇഡി ചോദ്യം ചെയ്തിരുന്നതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇഡിയുടെ തുടർ നടപടികൾ എന്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ നജീബുമായി ബന്ധപ്പെട്ട് നജീബ് ഒരു മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് കമ്പനിയുടെ മറവിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നത്. ആ കമ്പനിയുടെ ഇടപാടുകൾ, അതിലേക്ക് വന്നിട്ടുള്ള പണം, അതിന്റെ സ്രോതസ്, അതായത് കല്ലട്രാസ് മെഡിക്കൽ ടൂറിസം എന്നതായിരുന്നു ആ കമ്പനിയുടെ പേര്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇഡി ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം കൂടുതൽ ആളുകളിലേക്ക് പോകാനുള്ള ഒരു നടപടിയാണ് ഇഡി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇഡിയുടെ തുടർ അറസ്റ്റുകൾ ആരിലേക്കൊക്കെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഡിയുടെ അറസ്റ്റ് നടപടികൾ ഇനി ഇഡിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതിലാരൊക്കെ, അതോടൊപ്പം കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നേരത്തെ പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലത്തും എറണാകുളത്തും ഒക്കെ കേസ് രജിസ്റ്റർ ചെയ്ത് ഏകദേശം 10ഓളം പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ നജീബും ഭാര്യ റഷീദ, അതോടൊപ്പം തന്നെ ഈ അവയവ കച്ചവടത്തിന് ഇറങ്ങുന്ന ആളുകൾക്ക് ആ ഏജന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് അവയവ കച്ചവടത്തിനായി വ്യാജരേഖ ചമക്കിയാണ് ഈ സംഘം ചെയ്തുകൊണ്ടിരുന്നത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പോലീസിന് മുന്നിലേക്ക് വന്നിരുന്നു. ഇഡിക്ക് മുന്നിലേക്കും ഇക്കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇഡി നേരത്തെ വിപുലമായ റെയ്ഡ് നടത്തിയിരുന്നു. അതായത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നതാണ്. തുടർന്നാണ് ഇഡി ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ വേഗത്തിൽ ആക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.